ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സോഷ്യോളജിയാണ് എടുക്കാൻ പോണത്. സോഷ്യോളജിയിലെ നെക്സ്റ്റ് ചാപ്റ്റർ മേജർ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ സമൂഹത്തിലെ പ്രധാന മതങ്ങൾ. മേജർ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട മതങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോണത്. വെറുതെ വായിച്ചു നോക്കിയാൽ നമുക്ക് തന്നെ അറിയാം. അപ്പോൾ ഏതൊക്കെ മതങ്ങളാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത്? പ്രധാനമായിട്ടും ഹിന്ദു മതമുണ്ട്, ഇസ്ലാം മതമുണ്ട്, ക്രിസ്ത്യൻ മതമുണ്ട്, ജൈന മതമുണ്ട്, സിഖ് മതമുണ്ട്, പാഴ്സി മതമുണ്ട്. ഇത്രയും മതങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ മതത്തെക്കുറിച്ച് പഠിക്കാം, ജസ്റ്റ് കുറച്ചൊന്ന് പറയാം. ഇത്രയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലൊന്നാമത്തെ എന്താണ്? ഹിന്ദു മതം. ഏറ്റവും പുരാതനമായിട്ടുള്ള മതമാണ് എന്ത്? ഹിന്ദു മതം എന്ന് പറയുന്നത്. ഹിന്ദു എന്ന വാക്ക് അറബികളാണ്, ഇന്ത്യനെ ആക്രമിച്ച അറബികൾ നൽകിയതാണ് ഹിന്ദു എന്ന് പറയുന്ന വാക്ക്. അവ വേദങ്ങൾ, ആരണ്യകങ്ങൾ, ശ്രുതികൾ, ധർമ്മസൂത്രങ്ങൾ ഇതിലൊക്കെ അധിഷ്ഠിതമാണ് ഒരു ഹിന്ദുവിൻ്റെ ജീവിതം. അപ്പോൾ നമ്മുടെ ഹിന്ദു മതത്തിൻ്റെ പൗരാണിക ഗ്രന്ഥം എന്ന് പറയുന്നത് മഹാഭാരതം, രാമായണം, ഭഗവത്ഗീത, അങ്ങനെ പല ഗ്രന്ഥങ്ങളുണ്ട്. ഇനി ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതാണ് ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, അങ്ങനെയുള്ള 4 കാര്യങ്ങളാണ് ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. ജനന പുനർജന്മത്തിൽ വിശ്വാസമുള്ളവരാണ് ഹിന്ദുക്കൾ. നമ്മളെന്താണ്? കർമ്മം ചെയ്യുക, ആ കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതാണ് ഹിന്ദു മതത്തിലുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ കർമ്മഫലം നമ്മൾ പ്രധാനമായിട്ട് എന്താ? മനുഷ്യനൊരു ആത്മാവുണ്ടെന്നും ആ ആത്മാവ് എന്താണ്? അനശ്വരമാണെന്നും നശിക്കാത്തതാണെന്നും വിശ്വാസം നമുക്കുണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്താണ്? ഈ ആത്മാവിന് മോക്ഷപ്രാപ്തി കിട്ടുന്നത് വരെ ഇതിങ്ങനെ ജനിച്ചുകൊണ്ടേയിരിക്കും. അതാണ് പുനർജന്മം എന്ന് പറയുന്നത്. നമ്മുടെ കർമ്മഫലം അനുസരിച്ചാണ് നമുക്ക് മോക്ഷം കിട്ടുന്നത്. ഒരു ജന്മം കൊണ്ട് തന്നെ നമുക്ക് മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് പുനർജന്മം ഉണ്ടാവില്ല. നമ്മുടെ കർമ്മഫലം കൊണ്ട് നമ്മൾ ഇനിയും എന്തെങ്കിലും അനുഭവിക്കാനുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ വീണ്ടും വീണ്ടും ജന്മം എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഹിന്ദുമത വിശ്വാസം. അപ്പോൾ കർമ്മഫലം അനുസരിച്ചാണ് നമ്മൾ എന്താണ്? പുനർജന്മം ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി ഹിന്ദു മതത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഹിന്ദു മതം എന്ന് പറയുമ്പോൾ ഒരുപാട് ദുരാചാരങ്ങളിൽ, അനാചാരങ്ങളിലൊക്കെ അധിഷ്ഠിതമായിരുന്നു. ഇപ്പോൾ സതി, അതേപോലെ തന്നെ തൊട്ടുകൂടായ്മ, അങ്ങനെയുള്ള ജാതീയ വ്യവസ്ഥകളും ഒക്കെ ആയിട്ട് നിന്നിരുന്നതാണ്. പക്ഷെ ഇപ്പം എന്താണ്? അതൊക്കെ പോയി. സതി നിരോധിച്ചു അല്ലേ? 1829 സതി നിരോധിച്ചു. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തോടുകൂടി ബ്രിട്ടീഷുകാരുടെ കടന്നുവരവോട് കൂടിയിട്ട് എന്താണ്? ഹിന്ദു മതത്തിലുള്ള ഇത്തരം അനാചാരങ്ങളെ എന്താണ്? തുടച്ചു നീക്കപ്പെടാൻ തുടങ്ങുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസം കിട്ടുകയാണ്. അപ്പോൾ ആൾക്കാർ അതിനൊക്കെ ചോദ്യം ചെയ്യാനൊക്കെ തുടങ്ങി. പിന്നെ നമ്മുടെ ഒരുപാട് നവോത്ഥാന നേതാക്കന്മാർ, സ്വാമി ദയാനന്ദ സരസ്വതി, ആര്യ സമാജ സ്ഥാപകൻ, 1875 ആര്യ സമാജം സ്ഥാപിച്ചത്. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് രാജാറാം മോഹൻ റോയ്. സതി നിരോധിക്കാനൊക്കെയുള്ള, സതിക്കെതിരെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിൻ്റെ ബ്രഹ്മസമാജം 1825. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായി ഇതുപോലുള്ള ഒരുപാട് നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഹിന്ദു മതത്തിലുള്ള അനാചാരങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഈ പറഞ്ഞതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ആര്യസമാജം, ബ്രഹ്മസമാജം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ എന്താണ് എന്നുള്ള അടിസ്ഥാനത്തിലുള്ള ജസ്റ്റ് കുറച്ച് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്താണ് എന്ത്? ഇസ്ലാം മതം. അപ്പോൾ ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ഇച്ഛയ്ക്ക് വിധേയം. അള്ളാഹുവിൻ്റെ ഇച്ഛയ്ക്ക് വിധേയം എന്നാണ് ഇസ്ലാം മതത്തിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവിൻ്റെ മൊഴികൾ അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞ പ്രവചന വാക്കുകളാണ് ഖുറാനിലുള്ളത്. അങ്ങനെയാണ് അവരുടെ വിശ്വാസം. ഖുറാനാണ് അവരുടെ എന്താണ്? ഏറ്റവും പൗരാണിക ഗ്രന്ഥം. ഖുറാനാണ് അവരുടെ എന്താ പറയുക പ്രധാനപ്പെട്ട ഗ്രന്ഥം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷമാണ് മുസ്ലിംസ്. മുസ്ലിമുകളിൽ സുന്നികളെന്നും ഷിയകളെന്നും 2 വിഭാഗമുണ്ട്. മുസ്ലിങ്ങൾ തന്നെ 2 വിഭാഗമുണ്ട്. ഏതൊക്കെയാണ്? സുന്നികളും ഷിയകളും. ഹിന്ദു മതത്തിലാണെങ്കിൽ ഒരുപാട് ജാതിയാണ് നിലനിൽക്കുന്നത്. ഇനി 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതായിട്ടുള്ള ക്വസ്റ്റ്യനാണ് പില്ലേഴ്സ് ഓഫ് ഇസ്ലാം. 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാം. ഇസ്ലാമിലെ 5 പില്ലേഴ്സ് എന്ന് പറയുന്നത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല. അള്ളാഹു ആണ് അവരെ ഏകദൈവ വിശ്വാസികളാണ്. അള്ളാഹു ആണ് അവരുടെ ദൈവം. മുഹമ്മദ് നബി ആരാണ്? പ്രവാചകനാണ്. ദിവസം 5 പ്രാവശ്യം നിസ്കരിക്കണം.
പാവങ്ങൾക്ക് ദാനം നൽകണം, റംസാൻ മാസങ്ങളിൽ നിരാഹാരം അനുഷ്ഠിക്കണം, ജീവിതത്തിൽ ഒരു പ്രാവശ്യം മക്കയിലേക്ക് പോകണം. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ 5 പില്ലേഴ്സ്. അപ്പോൾ അത് നോക്കി വയ്ക്കാം കേട്ടോ. ഇനിയുള്ളത് ക്രിസ്ത്യൻ മതമാണ്. ക്രിസ്ത്യൻ മതം എന്ന് പറയുമ്പോൾ യൂറോപ്പിലാണ് ഉത്ഭവിച്ചിട്ടുള്ളത്, യൂറോപ്പിൽ നിന്നാണ് അത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ പല വിദേശികളുടെ കടന്നുവരവോട് കൂടിയിട്ടാണ് ഇന്ത്യയിൽ ക്രിസ്തു മതത്തിന് പ്രചാരം ഉണ്ടാവുന്നത്. അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് ബൈബിളാണ്. ഇന്ത്യയിലെ യേശുവിൻ്റെ ശിഷ്യനായിട്ടുള്ള സെൻറ്റ് തോമസ് ആണ് ക്രിസ്ത്യൻ മതം പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ക്രിസ്ത്യാനികളും 2 ടൈപ്പ് ഉണ്ട്, കത്തോലിക്കക്കാർ അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റൻറ്റ്. കത്തോലിക്കക്കാർ ഒരു വിഭാഗം, പ്രൊട്ടസ്റ്റൻ്റ് എന്ന് പറയുന്ന വേറൊരു വിഭാഗമുണ്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗമാണ് കത്തോലിക്കക്കാർ. അതാണ് ക്രിസ്ത്യൻ മതത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനിയുള്ളതാണെന്ത് ബുദ്ധിസം അല്ലെങ്കിൽ ബുദ്ധമതം. അപ്പോൾ ബുദ്ധമതം എന്ന് പറയുമ്പോൾ ആരാണ് ബുദ്ധമത സ്ഥാപകൻ? നമുക്കറിയാം അല്ലേ, ഗൗതമ ബുദ്ധൻ. സിദ്ധാർത്ഥ രാജകുമാരനാണ് ബുദ്ധമതത്തിൻ്റെ സ്ഥാപകൻ. 563 നേപ്പാളിലെ കപിലവസ്തുവിനടുത്തുള്ള ലുംബിനിയിലെ ഒരു ശാക്യ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ബുദ്ധമതം എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക കാര്യങ്ങളിലൊക്കെ അത്രയും പ്രൗഢി ഉണ്ടായിരുന്ന ഒരു മതമായിരുന്നു. കാരണം എല്ലാ രാജാക്കന്മാരും ബുദ്ധ മതത്തെ സപ്പോർട്ട് ചെയ്തവരുണ്ട്, അവരെ ഒരുപാട് സഹായങ്ങൾ ചെയ്തവരൊക്കെ ഉണ്ട്. ത്രിരത്നങ്ങൾ അഭയം തേടുന്നതോടെ ബുദ്ധമതം ആരംഭിക്കുന്നു. ബുദ്ധമതത്തിന് ത്രിരത്നങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാ? ബുദ്ധ, ധർമ്മം, സംഘം. ബുദ്ധ എന്ന് പറയുന്നതാണ് ബുദ്ധൻ, അതിൻ്റെ പ്രധാനിയാണ്. ധർമ്മം എന്ന് പറയുന്നത് അതിൻ്റെ പ്രമാണങ്ങളാണ്. സംഘം എന്ന് പറയുന്നത് സന്യാസിമാരുടെ കൂട്ടമാണ്. ഈ 3 എണ്ണമാണ് അവരുടെ അടിസ്ഥാനം. ബുദ്ധമതത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഗൗതമ ബുദ്ധനാണ്. ഇനി എന്തൊക്കെയാണ് ഈ ബുദ്ധമതം ഇപ്പോൾ അധപതിച്ചു പോയി അതിനുള്ള കാരണങ്ങൾ നോക്കാം കേട്ടോ. അതായത് ആദ്യകാലങ്ങളിൽ ഓരോ മതത്തിലും ഈ വൈദിക വൃത്തി. ഈ വൈദികർ എന്ന് പറയുമ്പോൾ അവരവിടെ ദൈവത്തിൻ്റെ പേരിൽ അവരെ താഴെയുള്ള ജനങ്ങൾ കൊള്ളയടിക്കുകയാണ് ചെയ്യണത്, അല്ലെങ്കിൽ പറ്റിച്ച് കുറേ കാര്യങ്ങൾ നേടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വൈദികർക്കെതിരെയാണ് ഒരു തരത്തിൽ ബുദ്ധമതം വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ബുദ്ധമതത്തിൽ അങ്ങനെ വൈദികരോ അങ്ങനെയുള്ള ഒന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പതുക്കെ ബുദ്ധമതം ഈ ബ്രാഹ്മണ മതത്തിൻ്റെ അഭിജാത്യ വിഭാഗങ്ങളെ, അതായത് ബ്രാഹ്മണ മതം പോലെ തന്നെ ഈ വൈദികർക്കെതിരെയായിരുന്നു. പക്ഷേ പതുക്കെ അങ്ങനെയുള്ള ഒരു വൈദിക ആധിപത്യം നമ്മുടെ ബുദ്ധമതത്തിൽ വരാനായിട്ട് തുടങ്ങി. ഇത് ബുദ്ധമതത്തിൻ്റെ പതനത്തിന് കാരണമായി. പിന്നെയുള്ളത് ബ്രാഹ്മണ മതത്തിൻ്റെ പുനരുദ്ധാരണവും ബുദ്ധമതത്തിൽ കടന്നുകൂടിയ അനാചാരങ്ങളും അതിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിരുന്നു. ഇനി വരേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധമതം 2ആയിട്ട് വിഭജിക്കപ്പെട്ടു. മഹായാനം, ഹീനയാനം എന്ന് പറയുന്ന 2 വിഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു. ഈ വിഭജിച്ചോടുകൂടി അതിൻ്റെ ശക്തി ചോർന്നു പോയി. പിന്നെ ബുദ്ധനെ പോലെ അത്രയും പ്രാപ്തനായിട്ടുള്ള ഒരു നേതാവ് ആ മതത്തിന്, അല്ലെങ്കിൽ ആ മതത്തിനെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു നേതാവ് അവിടെ ഇല്ലാതായി പോയി. ഇതൊക്കെ ബുദ്ധമതത്തിനെ ക്ഷയിക്കാനുള്ള കാരണമാണ്. അതേപോലെ ആദ്യകാലങ്ങളിൽ രാജാക്കന്മാരിൽ നിന്നൊക്കെ ബുദ്ധമതത്തിന് കിട്ടിയിട്ടുള്ള സപ്പോർട്ടുകളും കാര്യങ്ങളും ഒന്നും പിന്നീട് ഉണ്ടായില്ല. ഇതൊക്കെ ബുദ്ധമതം ഇല്ലാതാവാനായിട്ടുള്ള കാരണങ്ങളായി. ഇനി അടുത്ത മതമാണ് സിഖ് മതം. അപ്പോൾ സിഖ് മതം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പുതിയ മതം, ഏറ്റവും അവസാനമായിട്ട് വരുന്നൊരു മതമാണ് സിഖ് മതം എന്ന് പറയുന്നത്. ഗുരു നാനാക്കിൻ്റെ ഉദ്ബോധനങ്ങൾ, അദ്ദേഹം പറയുന്ന വാക്കുകളാണ് സിഖ് മതം രൂപം കൊള്ളാനായിട്ട് കാരണമായത്. ഇനി ഇതിൻ്റെ ഗ്രന്ഥം എന്ന് പറയുന്നത് ഗുരു ഗ്രന്ഥ സാഹിബാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ മതത്തിൻ്റെ ബൈബിള്, ഹിന്ദു മതത്തിൻ്റെ രാമായണം എന്നൊക്കെ പറയുന്ന പോലെ ഇതിൻ്റെ വിശേഷ ഗ്രന്ഥം എന്ന് പറയുന്നത് ഗുരു ഗ്രന്ഥ സാഹിബ്. ഇനി ഇത് തുടങ്ങിയത് എവിടെയാണ്? പഞ്ചാബിലാണ്. അപ്പോൾ ഇവിടെ ജാതിക്ക് സ്ഥാനമില്ല, എല്ലാവരും ഒരുപോലെയാണ് ഈ മതം കാണുന്നത്. ഇനി അടുത്തത് വരുന്നത് പാർസി മതമാണ്. പാർസി മതം എന്ന് പറയുമ്പോൾ അവരും മുസ്ലിംസിൻ്റെ ഒക്കെ പോലെ ഒരു ന്യൂനപക്ഷ സമുദായമാണ്, അധികം ആൾക്കാർ അതിലില്ല. പക്ഷേ പേർഷ്യയിൽ നിന്ന് ഗുജറാത്തിൽ കുടിയേറി പാർത്തവരെയാണ് നമ്മൾ പാഴ്സികൾ എന്ന് പറയുക. പേർഷ്യയിൽ നിന്ന് ഗുജറാത്തിൽ കുടിയേറി പാർത്തവർ. പക്ഷെ ഇവർ വളരെ കുറവാണെങ്കിലും നമ്മുടെ ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ പുരോഗതിക്ക് അവർ വളരെ അല്ലെങ്കിൽ വിലമതിക്കാനാവാത്തവരാണ്. അടുത്തത് ബുദ്ധമതം പോലെ നമ്മൾ കേട്ടുപരിചിട്ടുള്ളതാണ് ജൈനമതം. ജൈനമതം എന്ന് പറയുമ്പോൾ വർദ്ധമാന മഹാവീരനാണ് മറ്റേ ബുദ്ധമത സ്ഥാപകൻ ഗൗതമ ബുദ്ധനായതുപോലെ ജൈനമത സ്ഥാപകൻ വർദ്ധമാന മഹാവീരൻ.
അപ്പോൾ ഇവർ അംഗസംഖ്യ ഇപ്പോൾ കുറവാണെങ്കിലും ഇപ്പോഴും എന്താണ് ജൈനമതം പല സ്റ്റേറ്റുകളിലും നിലനിൽക്കുന്നുണ്ട്. ജൈനമതത്തിന് 2 വിഭാഗമുണ്ട്, ദിഗംബരന്മാരും ശ്വേതംബരന്മാരും. ദിഗംബരൻ എന്ന് പറഞ്ഞാൽ വസ്ത്രം ഉപേക്ഷിക്കുന്നവർ. ശ്വേതംബരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർ ആകാശത്തെ വസ്ത്രമാക്കിയവർ. ഇവിടെ ഈ പറഞ്ഞ പോലെ ജാതി ചിന്തകളോ തൊട്ടുകൂടായ്മകളൊന്നും ഈ മതത്തിലും പറയുന്നില്ല. ഇതൊക്കെയാണ് ഇന്ത്യയിലുള്ള പ്രധാന മതങ്ങൾ: ഹിന്ദുമതം, ഇസ്ലാം മതം, ജൈനമതം, ബുദ്ധമതം, പാഴ്സി മതം, സിഖ് മതം. അപ്പോൾ ഇതിൽ ഓരോ മതത്തെക്കുറിച്ച് നിങ്ങളൊന്ന് അറിവുണ്ടായിരിക്കുക. അതേപോലെ തന്നെ എന്താണ്, ബുദ്ധമതത്തിൻ്റെ പതനത്തിനുള്ള കാരണങ്ങൾ 2 മാർക്കൊക്കെ ചോദിക്കാം. പിന്നെ 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാം 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാം. പിന്നെ സിഖുകാരുടെ 10ാമത്തെ ഗുരു ഗോവിന്ദ് സിംഗ്. അപ്പോൾ അങ്ങനെയുള്ള പേരുകൾ. പിന്നെ ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി, ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ഇതിൽ ഓർത്ത് വയ്ക്കാം. അപ്പോൾ വെറുതെ ഈ മതങ്ങളെ ഒന്ന് നോക്കുക, ആ കാര്യങ്ങൾ അത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.